ഗോവയിൽ നിന്ന് നല്ലൊരു സമ്മാനത്തിന് ഇന്ന് കിട്ടിയെന്ന് ആലോചിച്ച് നമുക്ക് ഇന്ന് വീഡിയോ തുടങ്ങാം. രാവിലെ തന്നെ എണീച്ച് നേരെ കണിയേണ്ടത് ആ മറ്റോന്റെ ഷഡ്ഡി, കളർഫുൾ ആയി തിളങ്ങിക്കുന്ന ഷഡ്ഡിയോ അതിനോടൊപ്പം കൂട്ടുകാരനായിട്ട് ഒരു പരിചയപ്പെട്ട ഒരാൾ കണ്ടതിൽ സന്തോഷം. അതിനുശേഷം ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇറങ്ങട്ടെ. ഇന്ന് ബ്രെഡും ജാമും വെച്ച് തന്നെ ഞാൻ വയറിറങ്ങും. 11 തിന്നുന്നാണെങ്കിൽ ശരിയായി പശു തിന്നോലെ എനിക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് റൂമിൽ പോയി സെറ്റപ്പ് ആയിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. ഇന്നും ചുറ്റിക്കറങ്ങാൻ പോകേണ്ട എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായ്നോട്ടും വേണ്ട. ഇതേ വായ്നോട്ട് ആരോഗ്യത്തിന് നല്ല ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ പോയി അതേ കേരള ഫുഡ് റെസ്റ്റോറന്റിൽ പോയിട്ട് തന്നെ ഇപ്രാവശ്യം കുറെ ആൾ ബിരിയാണി ഊണും വെച്ച് ട്രൈ ആക്കി. ഗോവയിൽ ആദ്യമായിട്ട് ഒരു കണിക്കൊന്നാണ് ഇത്. വിഷുവിന്റെ ടൈമാണോ എന്നറിയില്ല. അങ്ങനെ ഈ ഒരു ദാദാജിനെ പരിചയപ്പെട്ട് ആർന്ന് ടാറ്റയും പറഞ്ഞ് നമ്മളങ്ങ് ഈ കാണുന്ന രണ്ടാൾക്കാർ രാവിലെ തന്നെ ബാത്റൂമിൽ പോകാത്തതിന്റെ ക്ഷീണം ഇങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള ഓട്ടാട്ട സ്വന്തം നാടായതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. എന്ത് ചെറ്റക്കളിയും കളിക്കാല്ല. ഇത് ആ ചെറ്റക്കളി കഴിച്ചതിനുള്ള ശേഷം ഉണ്ട കളിയാണ്. കണ്ടിട്ടൊന്നും എന്റെ വെടി കൊണ്ട് അടിച്ചോ ലക്ഷണം ഞാൻ തോന്നട്ടാ. അവന്റെ മെയിൻ രണ്ടിന്റെ പ്രോസസ് കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് ഗോവൻ നൈറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ എണീച്ചുകൊണ്ട് ഗോവ നൈറ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി. ബാഗ ബീച്ചിൽ പോയി ആടത്തെ ഫുൾ തുള്ളും പാട്ടും എല്ലാം കൊണ്ട് കറങ്ങി കളി. ഗോവയിൽ പോയിട്ട് 2 സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ മോശം. ഇതാ ഇവന് 2 കിട്ടിയതിന്റെ സ്റ്റെപ്പാ നിങ്ങൾ കണ്ടോണ്ട്. അതിനുശേഷം ഗോവയിൽ എന്നിട്ട് മാന്യമാരെ നമ്മൾ ഇവിടം വരെ പോയിട്ടില്ലെങ്കിൽ വളരെ മോശമില്ല. അങ്ങനെ പബ്ബിലും കൂടി കറങ്ങി 2-3 ഗേൾസിനും കൂടി കണ്ട് അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ ഗോവ മരണമാസം പോലെ അടിച്ചു. പിന്നെ കൂട്ടത്തിൽ തന്നെ ഇവളെ കാണുമ്പോൾ തന്നെ ഫ്ലാറ്റ് ആയി. അടുത്ത വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ. പേജ് ഫോളോ ചെയ്തോ.